നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസം ഈ രാഷ്ട്രീയ സാമൂഹിക വിശകലനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആരംഭിച്ചത്. ഇന്ന് നമ്മൾ മറ്റൊരു ചലച്ചിത്ര ഗാനത്തിലേക്കാണ് പോകുന്നത്. ആ ചലച്ചിത്ര ഗാനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അന്ന് നവാഗതനായ അശോക് ആർ നാഥ് സംവിധാനം ചെയ്ത സഫലം എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ രചയിതാവിനെ മലബാറിലൊന്നും അത്രത്തോളം പരിചിതനല്ലാത്ത ഒരാളാണ്. തങ്കൻ തിരുവട്ടാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം AIR ഓൾ ഇന്ത്യ റേഡിയോയിൽ അനവധി പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സവിശേഷമായ രചന, മറ്റൊരു സവിശേഷത കൂടി ഈ പാട്ടിനുണ്ട്. ആ പാട്ട് എന്ന് പറഞ്ഞാൽ, ആ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, ജാസി ഗിഫ്റ്റാണ് ഈ പാട്ടിന് സംഗീതം നൽകിയിട്ടുള്ളത്. അപ്പം ജാസി ഗിഫ്റ്റിൻ്റെ ഒരു പാട്ടുകളുടെ ഒരു ശൈലിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ലജ്ജാവതിയെ എന്ന് തുടങ്ങിയ യുവാക്കളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ഗാനങ്ങൾ ഒരു പ്രത്യേക വോയിസ് ശബ്ദത്തിൽ പുറത്തു വന്ന സമയത്ത് അതൊരു വലിയ ഉത്സവം തന്നെയായിരുന്നു കേരളത്തിൽ. അപ്പോൾ ആ ഒരു ശൈലിക്ക് ഉടമയായ ജാസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് ഉണ്ടാകുന്നത്, ആ പാട്ട് മലയാളികൾക്ക് കേൾക്കാൻ അവസരം കിട്ടിയത് ഈ സിനിമയിലൂടെയാണ്, സഫലം എന്ന സിനിമയിലൂടെയാണ്. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, അത് പുരുഷ ജീവിതത്തിലെ രണ്ട് കാലങ്ങളെ, അല്ലെങ്കിൽ സവിശേഷ മനുഷ്യ ജീവിതത്തിലെ രണ്ട് കാലങ്ങളെ ഈ പാട്ട് പ്രതിനിധീകരിക്കുന്നുണ്ട്. കുറച്ച് വരികളാണ് ആ പാട്ടിനുള്ളിൽ ഉള്ളുവെങ്കിലും പുരുഷ ജീവിതത്തിൻ്റെ അല്ലെ മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് കാലങ്ങളെ അത് പ്രതിനിധീകരിക്കുന്നുണ്ട്. ഒന്ന് വാർദ്ധക്യകാലത്തെ, രണ്ട് യൗവനകാലത്തെ. ഈ രണ്ട് പ്രതിനിധീകരണം ഈ പാട്ടിൽ നമുക്ക് കാണാം. നമുക്ക് ആ പാട്ടിലേക്ക് പോയാൽ, തൂവെള്ള തൂവുന്ന ഉഷസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല, ചന്ദനത്തിൻ കുളിര് പോലെ അന്തരങ്ങിൽ രാഗം പോലെ, അലകടലൊളിയോരം പോരും സ്നേഹപുന്നാര പൂർണേന്ദുവും. ഇതാണ് ആദ്യത്തെ കുറച്ച് വരികൾ, പല്ലവി എന്ന് പറയുന്ന വരികൾ. അപ്പം പ്രഭാതത്തിൽ തന്നെ, സൂര്യോദയ സമയത്ത് തന്നെ വാനിൽ കാർമേഘത്തിന് ശരമാലയാണ്. അപ്പം വാർദ്ധക്യകാലത്തിൻ്റെ വിഹ്വലതകൾ, പല രൂപത്തിലുള്ള വിഹ്വലതകളെ പ്രതിനിധീകരിക്കുന്ന വരികളാണ്. വാർദ്ധക്യകാലത്തിന് പല രീതിയിലുള്ള വിഹ്വലതകൾ, ആ വിഹ്വലതകളെ പ്രതിനിധീകരിക്കുന്ന വരികളാണിവ. അപ്പം അങ്ങനെ ഇത്തരം വിഹ്വലതകൾ അനുഭവിക്കുന്ന സമയത്ത് പോലും ചന്ദനത്തിൻ കുളിര് പോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടൽ ഒളിയോരം പോരും സ്നേഹപുന്നാര പൂർണേന്ദുവും. അപ്പം ഇങ്ങനെ ചന്ദനത്തിൻ്റെ കുളിര് പോലെ, അന്തരംഗത്തിൽ അലയടിക്കുന്ന രാഗം പോലെ, അലകടലാണെങ്കിൽ പോലും അതിലേക്ക് മുഖം നോക്കി നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ഒരാളുടെ സാമീപ്യം. ആ സാമീപ്യം ആ വാർദ്ധക്യത്തിൻ്റെ വിഹ്വലതകളിൽ അയാൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സഫലം എന്ന സിനിമയിൽ ഈ കഥാപാത്രത്തെ ചെയ്തത് ബാലചന്ദ്ര മേനോനാണ്. അദ്ദേഹത്തിൻ്റെയും സുമിത്ര എന്ന നടിയാണ് അമ്മ കഥാപാത്രം ചെയ്തത്. അവരുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ പ്രാതിനിധ്യവൽക്കരണത്തെ മനോഹരമായ അക്ഷരങ്ങളിലേക്ക് തങ്കൻ തിരുവട്ടാർ ആവാഹിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവശതകൾക്കിടയിലും സ്നേഹത്തിൻ്റെ പാലാഴി എന്ന അനുഭവം അവർക്കുണ്ടാകുന്നു. ഇനി ആ പാട്ടിൻ്റെ അടുത്ത വരികളിലേക്ക് മറ്റൊരു കാലത്തേക്ക് വരികയാണ്. യൗവനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബിംബകൽപ്പനകളിലേക്ക് പിന്നെ
വരികയാണ്. മോഹത്തിൻ രാജഹംസങ്ങൾ ചേരുന്നോ സങ്കല്പമായി, കാലത്തിൻ നല്ല വസന്തം ആസ്വദിക്കും യൗവനം. മോഹമാകുന്ന ജലശയ്യയിൽ നീന്തുന്ന രാജഹംസങ്ങൾ, കാലത്തിൻ നല്ല വസന്തം. ഒരു മനുഷ്യൻ്റെ പുരുഷാർത്ഥ കാലത്തിൽ ഏറ്റവും മനോഹരമായ കാലമാണ് യൗവനം. ആസ്വദിക്കുക. അപ്പം അത് ആസ്വദിക്കുന്ന യൗവനം. ഗീതം പോലെ, സംഗീതം പോലെ, മധുരം പോലെ, അമൃതം പോലെ, അലകടൽ ഒളിയോരം പോരും സ്നേഹ പുന്നാര പൂർണ്ണേന്തോ. ഈ കഥാസന്ദർഭം അല്ലെ സിനിമാ സന്ദർഭത്തെ മനോഹരമായിട്ട് ഈ പാട്ടുകളിലേക്ക് ഒപ്പിവെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പാട്ടുകളിലെ ഭാവത്തെ, ആന്തരികാർത്ഥത്തെ സിനിമാ ദൃശ്യങ്ങളിലേക്ക് വരച്ചു ചേർത്തിട്ടുണ്ട്. അപ്പം അതാണ് സിനിമാ ഗാനങ്ങളുടെ ഒരു വലിയ നേട്ടം. കഥ പറച്ചിലിൻ്റെ ആഖ്യാന നിർവഹണത്തിന് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സങ്കേതം എന്ന നിലയ്ക്കാണ് ഇന്ത്യൻ സിനിമകളിൽ ചലച്ചിത്ര ഗാനങ്ങളെ ഉപയോഗിക്കുന്നത്. അവസാന വരികളിലേക്ക് വന്നാൽ, ചിത്തത്തിൻ ചിന്താശതങ്ങൾ തേടുന്നു സത്യത്തിനായി, സങ്കല്പം സാർത്ഥകമാകും ജീവിതത്തിൽ നിശ്ചയം. ചിത്തത്തിൻ ചിന്താശതങ്ങൾ, പ്രത്യേകിച്ച് വാർദ്ധക്യകാലത്തൊക്കെ ആകുമ്പോഴേക്ക് നൂറുകണക്കിന് ആദികളായിരിക്കും. പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ആദികളായിരിക്കും. അതേപോലെ ആ ആദികളെ മറികടക്കാനുള്ള ചിന്തകളുടെ വേറൊരു സമാന്തരമായ ഒരു ഫ്ലോവും ഉണ്ടാവും. അപ്പം ആ ഒരുപക്ഷെ ആത്മീയ അന്വേഷണങ്ങളായിരിക്കും. അങ്ങനെ പല രൂപത്തിലുള്ള അന്വേഷണങ്ങളായിരിക്കും. അപ്പം തേടുന്നോ സത്യത്തിനായി, സങ്കല്പം സാർത്ഥകമാക്കും. അങ്ങനെ ഭാവന ചെയ്ത സങ്കല്പങ്ങളെ സാർത്ഥകമാക്കപ്പെടും ജീവിതത്തിൽ നിശ്ചയം. ഉറപ്പായിട്ടും ജീവിതത്തിൽ നാം സങ്കല്പിക്കുന്ന സങ്കല്പങ്ങളെയെല്ലാം തന്നെ സാർത്ഥകമാക്കപ്പെടും. പുണ്യം പോലെ, പൂർണ്ണം പോലെ, പൂർണ്ണമുദച്യത എന്നല്ല പറയുന്ന ഉപനിഷത്ത് ശ്ലോകമല്ലേ, എല്ലാം പൂർണ്ണത്തിൽ അവസാനിക്കുമെന്ന് പറയുന്ന പോലെയുള്ള ഒരു ജീവിത സത്യത്തെ അല്ലെ സായന്തനങ്ങളിൽ നമ്മൾ സാംശീകരിക്കുന്ന, നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ചില തിരിച്ചറിവുകളെ, സത്യങ്ങളെ പ്രാതിനിധ്യവൽക്കരിക്കുന്ന വരികളാണ് തങ്കൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. പുണ്യം പോലെ, പൂർണ്ണം പോലെ, ധന്യം പോലെ, മോക്ഷം പോലെ, അലകടലൊളിയോരം പോരും സ്നേഹ പുന്നാര പൂർണ്ണേന്തുവും. അപ്പം ജീവിതത്തിൻ്റെ ഒരു ദാർശനിക വെളിച്ചമായി, പ്രേയസിയായി, ത്യാഗങ്ങളുടെ സഫലീകരണമൂർത്തിയായി, അവസാനം ജീവിതത്തിൻ്റെ ദാർശനിക പരേതയുടെ പ്രാതിനിധ്യമായി ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഈ വരികളിൽ 3 ഘട്ടങ്ങളിൽ കടന്നു വരുന്നതായി നമുക്ക് കാണാം. അപ്പം രചനയുടെ ചലച്ചിത്രഗാന രചനയുടെ ഭാവനയുടെ പലതരത്തിലുള്ള മനോഹരമായ പ്രയോഗം ഈ തങ്കൻ എന്ന കവി ഈ പാട്ടിൽ മനോഹരമായി ഉൾച്ചേർത്തിട്ടുണ്ട്. ജാസി അതിൻ്റെ ഒരു താളത്തിൽ ആ ഒരു ജീവിത സായന്തനത്തിൻ്റെ, ആ ഒറ്റപ്പെടലിൻ്റെ, അല്ലെങ്കിൽ ജീവിത വിഹലതയുടെ, അല്ലെങ്കിൽ ഒരു സൈഡിൽ പ്രശാന്തതയുടെ ഈ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു താളരാഗക്രമമാണ് ഈ പാട്ടിൽ ജാസി ഗിഫ്റ്റ് ഉൾച്ചേർത്തിട്ടുള്ളത്. അതാണ് ഈ പാട്ടിൻ്റെ പ്രധാനപ്പെട്ട മികവായി എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിലെ രാഗവിസ്താരത്തെക്കുറിച്ചോ മറ്റും പറയാനുള്ള ആധികാരിക അറിവില്ലാത്തതുകൊണ്ട് ഒരു കേൾവിക്കാരൻ എന്ന പ്രതലത്തിൽ മാത്രമാണ് ഞാൻ ഈ പാട്ടിനെ സമീപിച്ചിട്ടുള്ളത്. ഓക്കെ.